ഹരി ഓം. മാനവരിന്ന് അശാന്തരാണ്. ചിന്തയിലും ബുദ്ധിയിലും ജീവിതത്തിലും ഭക്ഷണത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒരു നിഷ്ഠയുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഏകദേശം ഒരു 95-ലേറെ പേരും രോഗികളായി മാറുന്നു. ഈ രോഗം ബോധപൂർവം നാം വിളിച്ചു വരുത്തുന്നതല്ലേ? നമുക്കിതിനെ മാറ്റിയെടുക്കാമായിരുന്നില്ലേ? മാറ്റിയെടുത്തുകൂടെ? മാറ്റിയെടുക്കാനുള്ള തന്ത്രങ്ങൾ, കർമ്മങ്ങൾ, ആചാരത്തിലും അനുഷ്ഠാനത്തിലും നിക്ഷിപ്തമായ ഭാവങ്ങൾ ഋഷീശ്വരന്മാര് നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെങ്കിലും ഇതിനെ അനുസരിക്കുന്നോ, ആചരിക്കുന്നോ, പാലിക്കുന്നോ ജീവിതത്തിൽ രോഗാവസ്ഥയിൽ നിന്ന് വിമുക്തമാകാൻ, മനസ്സിന്റെ മാനസിക സംഘർഷത്തിൽ നിന്ന് വിമുക്തമാകാൻ, വയറിന്റെ ഇന്ന് 99% ആളുകളും വയറ് എന്ന ഒരു വലിയ ബ്രഹ്മാണ്ട രോഗമായിട്ട് നടക്കുകയാണ്. എന്തിനു വേണ്ടി? ഇത് ചോദിച്ചാൽ സർവരും എത്തിച്ചേരുന്ന ഒരേ ഒരു പോയിന്റ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്റെ അപജയമാണ്. ഈ ജീവിതത്തിന്റെ അപജയത്തിൽ നിന്ന് നമുക്ക് മോചനമില്ലേ? മോചനം വേണ്ടേ? മോചനത്തെക്കുറിച്ച് ആരെങ്കിലും വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ആലോചിക്കാറുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. പ്രഭാതത്തിൽ ഉണരുന്നു, അന്തി വരെ മൃഗത്തെ പോലെ അധ്വാനിക്കുന്നു, കിടന്നുറങ്ങുന്നു, അശാന്തരായി. ശാന്തരായി കിടന്നുറങ്ങുന്ന ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പലരും കിടന്നുറങ്ങുന്നു അശാന്തരായി. പലരും നിദ്രയില്ലാതെ രാത്രി കഴിച്ചുകൂട്ടുന്നു. ഇതിനെല്ലാം ഒരു പരിഹാരം, ഒരു പോംവഴി നമുക്ക് വേണ്ടേ? കാലം ഇതിനെ അതിജയിക്കാനുള്ള രഹസ്യം നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. അതിലൊന്നാണ് സൂര്യോപാസന. സൂര്യോപാസനയിലൂടെ ഒരുവിധം എല്ലാ രോഗങ്ങളും മാറ്റിയെടുക്കാം. സൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്നത് നേരിട്ട് കാണുകയും ചില അനുഷ്ഠാന ആചാര സമ്പ്രദായത്തിലൂടെ സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഇൻഫ്രാറെഡ് റേസിനെ സ്വാംശീകരിക്കുകയും ചെയ്യുക. ഇതാണ് ഇതിന്റെ ഏക പരിഹാര മാർഗം. രോഗമില്ലാതെയാകുക, ബോഡിയിലുള്ള രക്തചംക്രമണ വ്യവസ്ഥിതി ശരിയാവുക, മനസ്സ് ശാന്തമാകുക, മനോരോഗം ഇല്ലാതെയാവുക, ക്യാൻസർ, വെള്ളപ്പാണ്ട്, ഹൃദ്രോഗം, ബ്ലഡ് പ്രഷർ, പ്രമേഹം, ആസ്മ, ഉറക്കക്കുറവ് എന്നിവയെല്ലാം മാറുക. എന്നാൽ അണുബാധയുള്ളവർ ശ്രദ്ധിക്കണം. അണുബാധ സൂര്യോപാസനയ്ക്ക് മുമ്പേ മാറ്റിയെടുക്കണം. സാധാരണ നിലയ്ക്ക് സൂര്യോപാസന ചെയ്യുന്നവർ ഒരു ഗുരുവിന്റെ ഉപദേശ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ചെയ്യാവൂ. തോന്നിയ മാതിരി തോന്നുന്നത് പോലെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ ഒരു പരിധി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ചിലപ്പോൾ ദോഷമായി പരിണമിക്കാം. TV കാണുന്ന ലാഘവത്തോടുകൂടി ഉദിച്ചു വരുന്ന സൂര്യനെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അല്ലെങ്കിൽ നിന്ന് ഭൂമിയിൽ നഗ്നപാതനായി നിന്നുകൊണ്ട് ഇതിനെ ദർശിക്കുക. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഇൻഫ്രാറെഡ് റേസിനെ നമ്മുടെ കണ്ണിലൂടെ സന്നിവേശിപ്പിച്ച് ശരീരം മുഴുവൻ വ്യാപരിപ്പിക്കുക. ഈ ഒരു പ്രോസാണ് സൂര്യോപാസന. ഇതിന് ചില ക്രമങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം ഉണ്ട്. അതിന് ജപമുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, നിഷ്ഠകളുണ്ട്, ക്രമങ്ങളുണ്ട്, രീതികളുണ്ട്. ഭക്ഷണത്തിൽ
നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. എല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് ഈ മൃഗഭക്ഷണം, മത്സ്യഭക്ഷണം ഇത്യാദികൾ കഴിക്കാൻ താല്പര്യപ്പെടുന്നവർ ഇതിന് മെനക്കെടാതിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പ്യൂർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് രോഗവിമുക്തിയിലൂടെ ദീർഘായുസ്സായി ജീവിക്കാൻ ഈ ഭൂമിയിൽ നമ്മൾ വന്ന കർമ്മങ്ങൾ നാം തീർത്തു മടങ്ങാൻ വെജിറ്റേറിയൻ ഭക്ഷണവും സൂര്യോപാസനയുമായാൽ വളരെ സാധ്യമാണ്. ഒരു പരിധി കഴിഞ്ഞ് ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്നവർക്ക് ശുദ്ധജലം മാത്രം കുടിച്ച് ജീവിക്കാനും സൂര്യോപാസനയോട് കഴിയും. ആകെ മനുഷ്യന് 3 ഘടകങ്ങളാണ് ഈ ഭൂമിയിൽ ശരീരമെടുത്ത് വന്നാൽ അത്യാവശ്യം. റോട്ടി, കപ്പട, മകാൻ. ഭക്ഷണം, വസ്ത്രം, അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം. ഇത് 3 സാധ്യമായാൽ അവന്റെ ജീവിതോദ്ദേശം സഫലമായി എന്നാണ് ഇന്നത്തെ മാനവരുടെ ചിന്ത. ഭക്ഷണം വേണ്ട എന്ന് വെക്കുക, ശുദ്ധജലം മാത്രം കഴിച്ച് ജീവിക്കുക, അങ്ങനെ ഒരു അവസരം ഉണ്ട് എന്ന് വെക്കുക. എന്നാൽ എന്തായി? ഭക്ഷണത്തിനുള്ള അധ്വാനം നമുക്ക് വേണ്ടാന്ന് വെക്കാം. പിന്നെ 2 ഘടകങ്ങളേ ഉള്ളൂ, കപ്പട, മക്കാൻ. വസ്ത്രവും താമസ സൗകര്യവും, പിന്നെ കയ്യിലുള്ള ധനം. നമുക്ക് വസ്ത്രത്തിനും താമസ സൗകര്യത്തിനുമായി ചെലവഴിക്കാം. ഭക്ഷണത്തിന്റെ ചെലവ് കുറഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന രോഗദുരിതാദി വ്യസനവിഷമങ്ങളും കുറഞ്ഞു പോകും. രോഗദുരിതാദി വ്യസനവിഷമങ്ങൾ ഇല്ലാത്തൊരു വ്യക്തി ശാന്തനാണ്. അവൻ ആവശ്യങ്ങൾ പൊതുവെ തുലോം കുറഞ്ഞവനാണ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മറ്റാശകളില്ലാതെ ശാന്തമായി സ്വസ്ഥമായി ഗാർഹസ്ഥ്യ ജീവിതം അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിച്ച് മുന്നോട്ടു പോകാം. അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയനുസരിച്ചുള്ള ജീവിതം, കുടുംബ ജീവിതം, ഇതേത് വേണമെങ്കിലും നയിക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് രോഗവിമുക്തി. ഉള്ള രോഗങ്ങൾ മാറ്റി വരിക. ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തുക. ഇതിന് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് സൂര്യോപാസന. സൂര്യ നമസ്കാരം, പ്രാണായാമം, ജപം, ഇത് 3 ഈ സൂര്യോപാസനയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. പ്രാണായാമം ചെയ്യുക. പ്രാണായാമം ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ശരീരത്തിലെ പഞ്ചപ്രാണന്റെ ഗതി ശുദ്ധമാവും. വ്യാനൻ, സമാനൻ, ഉദാനൻ, അപാനൻ, പാനൻ, ഈ 5 ഈ പ്രാണോർജങ്ങൾ ശുദ്ധമായാൽ വ്യക്തിക്ക് മറ്റു രോഗദുരിതാദി വ്യസന വിഷമങ്ങൾ അനുഭവിക്കാതെ ശാന്തമായി മനസ്സിനെ സംയമനം ചെയ്ത് മുന്നോട്ടു പോകാം. വ്യാനനായാലും സമാനനായാലും ഉദാനനായാലും വ്യാനനായാലും പ്രാണനായാലും ഇത് നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വളരെ അത്യന്താപേക്ഷിതമാണ് പ്രാണായാമം. അത് കഴിഞ്ഞാൽ സൂര്യ നമസ്കാരം. പ്രാണായാമം സൂര്യ നമസ്കാരവും ചെയ്യുന്നവനെ ഒരുവിധം രോഗങ്ങളൊന്നും ബാധിക്കില്ല. പിന്നെ സൂര്യോപാസനയും കൂടി ചെയ്താൽ ഒരു രോഗവും വരില്ല. ക്യാൻസർ രോഗം പോലും മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ ഇത് വ്യക്തിഗതമായിട്ട് ചെയ്യിക്കാനുള്ള ഒരു അവസരം നമുക്ക് വരാത്തത് കൊണ്ടും ചെയ്യിക്കാൻ കഴിയാത്തത് കൊണ്ടും ഇത് നമുക്ക് വ്യക്തിഗതമായിട്ട് പറയാൻ കഴിയുന്നില്ല. പക്ഷെ എന്നാലും ഋഷീശ്വരന്മാർ എഴുതി വച്ചിരിക്കുന്നതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാൻസർ രോഗം പോലും മാറ്റാൻ കഴിയുമെന്നാണ്. ഇന്ന് ഒരുവിധം നല്ല ഭാഗം ജനങ്ങളും ക്യാൻസർ രോഗവും ഹൃദ്രോഗവും കൊണ്ട് വലയുന്നവരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയുടെ പ്രയാസങ്ങൾ, ഇതെല്ലാം മാറ്റിയെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉറക്കക്കുറവാണ്. ഈ ഉറക്കക്കുറവ് മാറുക, പ്രമേഹം, ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗം
വെള്ളപ്പാണ്ട്, മനോരോഗം, ക്യാൻസർ ഇത്യാദി രോഗങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ വ്യക്തി ശുദ്ധനും ശാന്തനും സാത്വികനും ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി അധ്വാനിക്കാൻ മനസ്സിനെ തയ്യാറെടുത്തവനുമായി മാറും. ഹരി ഓം.